എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? നമുക്കിന്ന് നല്ല നമ്മൾ ആവിയിൽ വേവിച്ചുണ്ടാക്കുന്ന പലഹാരമാണ്. സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാം, അതേപോലെ കളർഫുള്ളാക്കാം. എല്ലാം നമുക്ക് ഹെൽത്തിയായ ഇത് വെച്ച് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. ഇതെല്ലാവർക്കും അറിയാം, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ബാച്ചിലേഴ്സ് ആയവർ, അവർക്കൊക്കെ ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തവരുണ്ട്. അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നോക്കൂ, 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം, 2.25 ഗ്ലാസ് വെള്ളം ആകാം. അത്രയും വെച്ചിട്ട് ഉപ്പും ആവശ്യത്തിന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ എന്തോ 1 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നല്ല അടിക്കട്ടിയുള്ള പാത്രം എടുക്കണം. എന്നിട്ട് ഇതിൽ പൊടി കുറേശ്ശെ തൂവി, അല്ല നല്ല കട്ടിയുള്ള സ്പൂണും എടുക്കണം കേട്ടോ ഇളക്കാൻ. എന്നിട്ട് നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. എന്നിട്ടത് ചെറിയൊരു ചൂടോടുകൂടി വേറൊരു പാത്രത്തിലേക്ക് പകർത്തുക. കൈ നനയ്ക്കുക. എന്നിട്ട് എണ്ണയോ എന്തെങ്കിലും തടകി കൈ നനച്ച് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കുറച്ച് നേരം വയ്ക്കുക. ഞാൻ അങ്ങനെ കാണിക്കാൻ വേണ്ടി ചെയ്തെന്നുള്ളൂ. ഉടനെ തന്നെ ഉണ്ടാക്കി. സമയം കുറവുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇത് ബേസായി വെച്ചിട്ട് നമുക്ക് ഒത്തിരി വിഭവങ്ങൾ ചെയ്യാം. ഇന്ന് കുട്ടികൾ എല്ലാവരും ഡയറ്റൊക്കെ നോക്കുന്നവരാണ്. അവർക്ക് എണ്ണയൊന്നും ഇല്ലാത്തത് ഇഷ്ടം. പിന്നെ മോക്കുരുവൊക്കെ വന്നുകൊണ്ട് എണ്ണയുള്ള പൂരി ഞാൻ ചെയ്തിട്ടുണ്ട്. പൂരി എല്ലാം ഞാൻ കുറേശ്ശെ എണ്ണ ചേർത്തും പിന്നെ നെയ്യൊക്കെ ചേർത്താണ് കാണിക്കണം, മധുരം. പക്ഷേ പിന്നെ കഴിയുന്നത്ര വെജിറ്റബിൾസിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഇത് വെച്ചാൽ കളർ കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒത്തിരി വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട്, ജ്യൂസുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതുപോലെ ചെറിയ ഉരുളിയായിട്ട് നല്ല ഇതായിട്ട് കിട്ടണമെങ്കിൽ ചെറിയ ചൂടോടുകൂടി തന്നെ ഉരുട്ടണം കേട്ടോ. ഇതുപോലെ ഞാൻ പഴയൊരു സ്റ്റീമർ എടുത്തിരിക്കണേ. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ, അതായത് ജോലിക്കൊക്കെ വന്നിരിക്കുന്നവർക്ക് എല്ലാ പാത്രമൊന്നും വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഷെയർ ഇട്ടൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്തെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക. അതിന് കെട്ടി ഒരു തുണി വെച്ച്, കോട്ടൺ തുണി വെച്ച് കെട്ടിയിട്ട് അടിയിൽ വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് മീതെ ഇതുപോലെ ഉരുട്ടി വെച്ച് കറക്റ്റായി മൂടിയ ഇതുപോലെ സ്റ്റീം ബോൾ ഉണ്ടാക്കാനേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് തേങ്ങ ചേർക്കുക. ആ തേങ്ങയിൽ നമ്മൾ വെളുത്ത ഇതിൽ കുറച്ച് ഇട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ബാക്കിയുള്ളതിൽ ഞാനിവിടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയെ ചേർത്തിരിക്കണേ. ഞാൻ ഇതിന് പകരം നേരത്തെ കാണിച്ചിട്ട് ക്യാരറ്റിൻ്റെ എല്ലാം വേവിച്ചിട്ട് പേസ്റ്റ് ഇട്ട് ഇളക്കിയെടുക്കണം. പപ്പായ ചേർക്കാം, മാമ്പഴം ചേർക്കാം, ഏത്തപ്പഴം ചേർക്കാം. അപ്പോൾ ചെറിയൊരു മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതുപോലെ ചേർക്കാം. അല്ലെങ്കിൽ ക്യാരറ്റ് ചേർക്കാം, മത്തങ്ങ. ഞാൻ കളർഫുള്ള് പലതും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചീരകൾ ചേർക്കാം, ചീരപ്പിടി ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ല. എപ്പോഴും പറയണതല്ല കേട്ടോ. അധികം വ്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കത് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഒരു ചട്നി അരച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് ചട്നി എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചീരപ്പിടി ഉണ്ടാക്കിയപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇതെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കി കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഇത് ഞാൻ അരിപ്പൊടി വെച്ച് കാണിച്ചതേ ഉള്ളൂ. റാഗി വെച്ചും വീറ്റ് വെച്ചും ഒത്തിരി മില്ലറ്റ്സ് വെച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതെല്ലാം ഉണ്ടാക്കി കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇത് നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് നോൺ വെജ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിത് എല്ലാം വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തതേ ഉള്ളൂ. നോക്കൂ എന്ത് കളർഫുള്ളാണ്. ഇതെല്ലാം നമുക്ക് ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. നമ്മുടെ നാവിൻ്റെ രുചി മാത്രമല്ല, ഹെൽത്തും കൂടി നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.